എല്ലാത്തിൻ്റെയും പരമസ്ഥാനം അഥവാ ഉടമസ്ഥൻ ഭഗവാൻ തന്നെയാണ്. എല്ലാം ഭഗവാനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതും ഭഗവാനിലാണ് ചെന്ന് ചേരുന്നതും. അതുപോലെ ഭാഗവതം അധ്യായങ്ങളിൽ ഇതിനെക്കുറിച്ച് നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവത്ഗീതയിലും ഇതിനെക്കുറിച്ച് ഭഗവാൻ നല്ലതുപോലെ എല്ലാം എന്നിലാണ് അടങ്ങിയിരിക്കുന്നതും എന്നിനാണ് ഉണ്ടാകുന്നതെന്നും ഭഗവാൻ ആവർത്തിച്ച് ഓരോ അധ്യായങ്ങളിലും നമുക്ക് പറഞ്ഞു തരുന്നു. എല്ലാത്തിൻ്റെയും ഉടമസ്ഥ ഞാനാണെന്ന് ഭഗവാൻ നേരിട്ട് അർജുനനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നമ്മളുടെ സൂര്യൻ പ്രകാശിക്കുന്നുവെങ്കിലും അതിന്റെ അവകാശി ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. സൂര്യപ്രകാശം ഇല്ലെങ്കിൽ നമുക്ക് ജീവാത്മാക്കൾക്ക് കാണാനും കേൾക്കാനും ഒന്നും കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അന്നമയം എന്ന പദാർത്ഥം ഇരിക്കും. ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ ഓരോ ദേവന്മാരാണെന്നും അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം സാധിക്കുകയുള്ളൂ എന്നും രണ്ടാമത്തെ ശ്ലോകത്തിൽ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ എല്ലാം ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഭഗവാനാണ്, എല്ലാം ഭഗവാനിലാണ് ചെന്ന് ചേരുന്നതും ഭഗവാന് പല നാമധേയങ്ങൾ ഉണ്ടെന്നും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഹരേഷ്ണ വാക്ക് രോഗിണി മാതാജി പറയും. ഈ ശ്ലോകങ്ങളില് നമ്മള് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ പഠിച്ചത് 10 സർഗം മുതൽ നിരോധ വരെയുള്ള ഓരോ ടോപ്പിക്കിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 10ാമത്തെ ടോപ്പിക്ക് ആശ്രയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അപ്പൊ ഇതില് ആശ്രയെ കുറിച്ചാണ് പറയുന്നത് 10ാമത്തെ ടോപ്പിക്ക്. ഈ ശ്ലോകം 7 പറയുന്നത് ആഭാസശ്ച നിരോധശ്ച, ആഭാസ മുതൽ നിരോധ വരെ, നിരോധയും ഉൾപ്പെട്ട് നിരോധ വരെ ഉള്ളത്. ആഭാസ എന്ന് പറഞ്ഞാൽ 1ാമത്തെ ടോപ്പിക് ഏതായിരുന്നു? സർഗയായിരുന്നു അല്ലെ? സർഗ വിസർഗശ്ച, അത്ര സർഗവും വിസർഗശ്ച എന്നാണ് നമ്മുടെ ആ ശ്ലോകം തുടങ്ങിയത് തന്നെ. അപ്പോ സർഗം മുതൽ നിരോധ വരെ ഏതിൽ നിന്നാണോ ഉദ്ഭവിക്കുന്നത്, അധ്യവസീയത്തെ എന്ന് പറഞ്ഞാല് ഏതിൽ നിന്നാണോ പ്രത്യക്ഷമായിട്ട് വരുന്നത്, ഏതിൽ നിന്നാണോ ഇമനേറ്റ് ചെയ്യുന്നത്, യഹ ഉറവിടം, ഏത് ഉറവിടത്തിൽ നിന്ന് വരുന്നു, ആശ്രയ, അതാണ് ആശ്രയമായിട്ടുള്ളത്. അപ്പൊ സൂര്യനിൽ നിന്ന് സൂര്യന്റെ രശ്മികൾ വരുന്നത് പോലെ ആ രശ്മികൾ വിവിധ തരങ്ങളായിട്ടുള്ള കാര്യങ്ങളാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ രശ്മികൾ വിവിധ തരങ്ങളാകുമ്പോൾ അത് ഒരു രശ്മി വിസർഗ, ഒരു രശ്മി വിസർഗ, ഒന്ന് സ്ഥാനം, ഒന്ന് പോഷണം, അങ്ങനെ പല ഇതായിട്ട് നമ്മൾ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം ഉദ്ഭവസ്ഥാനമാണ് ആശ്രയ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ 10ാമത്തെ ടോപ്പിക്ക് ആശ്രയ എന്ന് പറയുന്നത് ആരാണ്? സ്വയം ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ എന്ന ഉറവിടത്തിൽ നിന്നാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഈ 9 ടോപ്പിക്കും വന്നത് ഏതിൽ നിന്നാണ്? ഈ ആശ്രയയിൽ നിന്നാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ലാസ്റ്റ് നമ്മൾ പ്രളയത്തെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ? നിരോധ എന്ന് പറയുമ്പോൾ പ്രളയം, അത് ഇല്ലാതാകുന്നതിനെ കുറിച്ച്, ഡിസ്ട്രക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോ നമ്മൾ ഇപ്പോ ഒരു സ്റ്റേജിൽ ആരെങ്കിലും ഒരാൾ നിൽക്കുകയാണെങ്കിൽ, ഒരു നൃത്തം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡ്രാമയ്ക്കോ വേണ്ടിയിട്ട്, ഒരു നാടകത്തിനോ ഒക്കെ വേണ്ടിയിട്ട് ഒരു വ്യക്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ചുവപ്പും പച്ചയും വെള്ളയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്രകാശങ്ങൾ ഫോക്കസ് ചെയ്യും അല്ലെ? അദ്ദേഹത്തെ ഫോക്കസ് ചെയ്ത് കാണിക്കും. അതുപോലെയാണ് ഇവിടെ ആശ്രയ എന്നതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ആശ്രയയിൽ നിന്നാണ് ഈ ഡിഫറെന്റ് എല്ലാം ഫോക്കസ് ചെയ്യുന്ന എവിടത്തേക്കാണ്? ആശ്രയയിലേക്കാണ്. അപ്പൊ നമ്മുടെ ദശമ സ്കന്ധം എന്ന് പറയുന്നത് ഭാഗവതത്തിൽ നോക്കിക്കഴിഞ്ഞാല് അത് ആശ്രയാണ്, ആ ദശമസ്കന്ധം. പക്ഷെ നമ്മൾ 11, 12 ഒക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ? 11, 12 സ്കന്ധങ്ങളായാലും 1 മുതൽ 9 വരെയുള്ള സ്കന്ധങ്ങളായാലും എല്ലാറ്റിലെയും വിഷയങ്ങൾ അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് ഏതിലേക്ക് പോകുന്നു? 10ാമത്തെ ദശമസ്കന്ധത്തിലേക്ക് ആണ് പോകുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഉറവിടം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ ഏതാണോ ഇവിടെ പറയുന്നു പരം ബ്രഹ്മ പരമാത്മേതി ശബ്ദതേ. നമ്മൾ വേറൊരു ശ്ലോകം പഠിച്ചിട്ടുണ്ട്, വദന്തി തത്വവിധസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ഭഗവാന്റെ 3 ഫീച്ചേഴ്സ്, 3 ആസ്പെക്ട് ഏതൊക്കെയാണ്? ബ്രഹ്മേതി, പരമാത്മേതി, ഭഗവാൻ ഇത് ശബ്ദതേ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അതിന് നമ്മള് പരംബ്രഹ്മ അല്ലെങ്കിൽ പരമാത്മ എന്നെല്ലാം പറയും. അപ്പൊ നമ്മൾ ഈ 10ാമത്തെ ടോപ്പിക് ആശ്രയ,
ആ ആശ്രയെ എന്തെന്നൊക്കെ പറയാം നമുക്ക്. അത് സ്വയം എന്തിനാണ്? ഭഗവാൻ തന്നെയാണ്. അതിനെയാണ് പരംബ്രഹ്മ എന്നും പരമാത്മ എന്നും എല്ലാം നമ്മൾ പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ മെയിൻ ഏതാണ്? 10 ടോപ്പിക്ക് പറഞ്ഞു. ഭഗവത് ലക്ഷണങ്ങൾ, ഭാഗവതത്തിന്റെ ലക്ഷണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഗവത മഹാപുരാണം, ആ മഹാപുരാണത്തിന്റെ 10 ലക്ഷണങ്ങൾ 1-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. അതിന്റെ കണ്ടിന്യൂവേഷൻ, അതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് ഇപ്പൊ ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ വിശദീകരിച്ച് ഓരോ പാർട്ടും പറഞ്ഞു. ഇനി ആശ്രയം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പൊ ആശ്രയ എന്ന് പറയുന്നത് എല്ലാറ്റിന്റെയും ഉറവിടമാണ്. ആശ്രയ എന്ന് പറയുന്നത് സ്വയം ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് പറയാണ്. ഇനി അടുത്ത ശ്ലോകം, 8-ാമത്തെ ശ്ലോകം നോക്കിക്കഴിഞ്ഞാല് 8ഉം 9ഉം ഈ 2 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാല് ആശ്രയയും പരമാത്മയും, ആശ്രയ തത്വ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പരമാത്മ തന്നെയാണ്. ആശ്രയ തത്വത്തെ പിന്നെന്തെന്ന് വിളിക്കാം? ഭഗവാൻ എന്നും വിളിക്കാം. ഇവിടെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നു? പരമാത്മ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോ അതില് അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ 8-ാമത്തെ ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ അതിൽ 3 പുരുഷന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. യോധ്യാത്മികോയം പുരുഷ സോസാവേ വാധിദൈവിക യശ്ചത്രോ ഭയവിച്ഛേദ പുരുഷോ ഹ്യാതി ഭൗതിക. യോധ്യാത്മികോയം പുരുഷ സോസാവേ വാധിദൈവിക യശ്ചത്രോ ഭയവിച്ഛേദ പുരുഷോ ഹ്യാതി ഭൗതിക. ഇവിടെ പറയുന്നു ആധ്യാത്മിക പുരുഷ, ആദിദൈവിക പുരുഷ, പിന്നെ ആദി ഭൗതിക പുരുഷ, അല്ലെ? 3 പുരുഷന്മാരെ കുറിച്ച്, ആദി ഭൗതിക്, ആധ്യാത്മിക്, ആദിദൈവിക്, 3 പുരുഷന്മാരെ കുറിച്ച് ഇവിടെ ഈ ശ്ലോകത്തിൽ 8-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ നമ്മള് ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് എന്താണ് ഈ പുരുഷന്മാരെ കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് തോന്നാം, അല്ലെ? അപ്പോ ശരിക്കും ആ വാക്കുകൾ കൊണ്ട് പറയുമ്പോ ആ വാക്കുകൾ തന്നിരിക്കുന്നത് ഇങ്ങനെ 3 പുരുഷന്മാരെ കുറിച്ചാണ്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാല് ആധ്യാത്മിക പുരുഷൻ എന്ന് പറയുന്നത് ആദിദൈവിക പുരുഷനിൽ നിന്നും ആദിദൈവിക് ആൻഡ് ആദി ഭൗതിക്, ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരസ്പരം വ്യത്യസ്തങ്ങളല്ല, എല്ലാത്തിനും എന്തുണ്ട്? ഒരു കോറിലേഷൻ ഉണ്ട്. 3ലും ഒരു കോറിലേഷൻ, എല്ലാം തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ശുകദേവ് ഗോസ്വാമി ഈ ഒരു പുരുഷന്മാരെ പറ്റി പറയുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ജീവസത്തയ്ക്ക് അല്ലെങ്കിൽ ലിവിങ് എൻറ്റിറ്റി, ജീവസത്ത, ജീവാത്മ, ഇതിന് കവറിങ്ങുകളുണ്ട്, ആവരണങ്ങളുണ്ട്. ആവരണങ്ങള്, അതിന് സ്ഥൂല ആവരണങ്ങള്, സൂക്ഷ്മ ആവരണങ്ങള്, പിന്നെ ഗ്രോസ് കവറിങ് അല്ലെങ്കിൽ സട്ടിൽ കവറിങ്, ഇങ്ങനെ കവറിങ് ഉണ്ടെന്ന് പറയും. നമ്മൾ മഹത്തത്വമൊക്കെ പഠിച്ചപ്പോഴൊക്കെ കുറെ കവറിങ് അതൊക്കെ പഠിച്ചിരുന്നു. അപ്പൊ ഇതിൽ കുറച്ച് കവറിങ് ഉണ്ടെന്ന് പറയും. അതിൽ ഒരു വേയിൽ നമ്മൾ മുന്നേ പഠിച്ചിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവാത്മാന് ഗ്രോസ് കവറിങ് ഉണ്ട്, അല്ലെങ്കിൽ സട്ടിൽ കവറിങ് ഉണ്ട്, സ്ഥൂലമായും സൂക്ഷ്മമായുമുള്ള ആവരണങ്ങളുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ ആദി ഭൗതിക് എന്ന് പറഞ്ഞാല് ഗ്രോസ് എലിമെന്റ് ആണ്. ഗ്രോസ് എലിമെന്റ് സ്ഥൂലമായിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നു. ഗ്രോസ് എലിമെന്റ്, അപ്പൊ സ്ഥൂലമായിട്ടുള്ള ആവരണം, അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ ആദി ഭൗതിക് കവറിങ് എന്ന് പറയുന്നത്. ഇനി സട്ടിലായിട്ടുള്ളത്, സട്ടിൽ സെൻസസ് നമ്മൾ പറയും, അല്ലെ? സൂക്ഷ്മമായിട്ടുള്ളത്, അതിന് നമ്മൾ ആധ്യാത്മിക കവറിങ് എന്ന് പറയും. ഇനി നമ്മുടെ ഇന്ദ്രിയങ്ങൾ, കുറച്ച് പരിചയമുള്ള ഒരു ശബ്ദം വന്നു, അല്ലെ? ഇന്ദ്രിയങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? അതിനും ഓരോ ദേവതകളുണ്ട്. അതിനെ ആദിദൈവിക് കവറിങ് എന്ന് പറയും. ആദിദൈവിക്, ഓരോ ദേവതകള്, അധിഷ്ഠാന ദേവതകള്. എനിക്ക് തോന്നുന്നു അത് 3-ാമത്തെ ക്യാൻറ്റോയിലാണ് നമ്മൾ പഠിക്കുന്നതെന്ന് തോന്നുന്നു. ഓരോന്നിനും ഓരോരോ ദേവഗണങ്ങൾ അതിനെ കൺട്രോളറായിട്ട് വരുന്നുണ്ട്. നമ്മൾ നടക്കുന്നെങ്കിൽ നമ്മുടെ പാദങ്ങൾക്ക്, നമ്മുടെ കരങ്ങൾക്ക്, നമ്മുടെ നാസാരന്ധ്രങ്ങൾക്ക്, നമ്മുടെ ചെവികൾക്ക് ഒക്കെയും ഓരോ ദേവഗണങ്ങള് അതിന് അധിഷ്ഠാന ദേവതകളായിട്ട് വരും. അതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട്, കൺട്രോളിങ് ഡെയിറ്റീസ് ആയിട്ട്, ദേവതകളായിട്ട്, നിയന്ത്രിക്കുന്ന ദേവതകളായിട്ട് പറയുന്നുണ്ട്. അപ്പോ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ശരിക്കും 3 കവറിങ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 3 കവറിങ് ജീവാത്മ അല്ലെങ്കിൽ ജീവതത്വത്തിന് വരുന്നത് ആദിദൈവിക്,
കൺട്രോളറായിട്ട് വരുന്നു. ആദ്യ ഭൗതികം എന്ന് പറയുമ്പോഴ് പ്രൊപ്പറൈറ്റർ ആയിട്ട് വരുന്നു. ആധ്യാത്മികം എന്ന് പറയുമ്പോഴ് ഡൂവർ ആയിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആദി ദൈവികം എന്ന് പറയുമ്പോഴ് നിയന്ത്രിത ദേവതയായിട്ട് വരുന്നു. ഇനി ആദി ഭൗതികം എന്ന് പറയുമ്പോഴ് അതിനെ നിലനിർത്തി പോരുന്ന ഒരു ഇതായിട്ട് വരുന്നു. നിലനിർത്തി പോരുക. പ്രൊപ്പറൈറ്റർ എന്ന് പറഞ്ഞാൽ നടത്തുക. ഒരു സ്ഥാപനം നടത്തുന്ന ഉടമസ്ഥനെ നമ്മൾ എന്തെന്ന് പറയും? പ്രൊപ്പറൈറ്റർ എന്ന് പറയും അല്ലെ. അപ്പൊ അതുപോലെ സ്ഥിതി അല്ലെങ്കിൽ നിലനിർത്തി പോരുന്നതിനെ നമ്മൾ പ്രൊപ്പറൈറ്റർ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇനി ഡൂവർ എന്ന് പറഞ്ഞാൽ ആ കർത്തവ്യം ചെയ്യുന്ന ആള്. ഒരു കർത്തവ്യം ചെയ്യുന്ന ആളെ ആധ്യാത്മിക് എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ഈ സെൻസസ് എല്ലാം, ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ നമ്മുടെ ഒരു ശരീരം, ഈ നമ്മുടെ ശരീരത്തിന് ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് വരുന്നത് അല്ലെ. ശരിക്കും ആരാ ചെയ്യുന്നത്? സട്ടിൽ സെൻസസ് ആണ് ചെയ്യുന്നത്. നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളാണ് ഓരോ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. അപ്പോ ഈ ശരീരം എന്ന് പറയുന്നത്, നമ്മുടെ അവയവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉപകരണം മാത്രമാണ്. ജീവ ആത്മാവിന് ഒരു ഉപകരണം മാത്രമാണ്. നമുക്കറിയാം, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാല് അവരുടെ ആത്മാ മാത്രമായി കഴിഞ്ഞാല് പിന്നീട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവർക്കത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു ശരീരം വേണം. അതുകൊണ്ടാണ് അവർ അങ്ങനെ അലഞ്ഞു നടക്കും എന്ന് പറയുന്നതും, വേറൊരു ശരീരത്തിൽ കയറി പറ്റാൻ ശ്രമിക്കുമെന്ന് പറയുന്നതും. കാരണം അവർക്ക് ഈ ഭൗതിക ലോകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ അവർക്ക് ഈ ഒരു ഉപകരണമായിട്ടുള്ള ശരീരം ആവശ്യമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ കുറച്ച് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ആ ഒരു ഭാഗം ഞാൻ പറഞ്ഞത്. അതൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ അറിയുന്നതായിരിക്കും അല്ലെ. അപ്പോ ഇവിടെ നമ്മുടെ സട്ടിൽ സെൻസസ് എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ ഒരു ഉപകരണമാക്കിക്കൊണ്ടാണ് നമ്മുടെ നിത്യവൃത്തികളെല്ലാം തന്നെ ചെയ്യുന്നത്. ഒരു ജീവ ആത്മാവിന് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ഇന്ദ്രിയങ്ങൾ ഈ ശരീരം ഉപയോഗിച്ചിട്ട്, വിവിധ അവയവങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോ ഇതിനെല്ലാം പുരുഷ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആധ്യാത്മികനെ നമ്മൾ പുരുഷ വന്നു താപത്രയങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദിദൈവിക് അല്ലെ, ആധ്യാത്മിക്, ആദിഭൗതികൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് താപത്രയങ്ങളായിട്ട്. പക്ഷെ ഇവിടെ പുരുഷ എന്ന് അപ്പൊ എന്തുകൊണ്ട് പറയുന്നു? ആധ്യാത്മിക് പുരുഷ, ആദിദൈവിക് പുരുഷ, അതുപോലെ ആദിഭൗതിക് പുരുഷ. ഈ പുരുഷ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ശരിക്കും ജീവസത്ത എന്ന് പറയുന്നത് പ്രകൃതിയാണ്. ജീവാത്മ എന്ന് പറയുന്നത് പ്രകൃതി മാത്രമാണ്. സൃഷ്ടിയുടെ സമയത്ത് ഒക്കെ നമ്മൾ പറയില്ലേ, ഒരേ ഒരു പുരുഷനെ ഉള്ളതാരാണ്? ഭഗവാനാണ്. ബാക്കി എല്ലാം എന്താണ്? സ്ത്രീലിംഗത്തിലാ വരിക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രകൃതി എന്ന് പറയുന്നത്. പുരുഷൻ ഒരേ ഒരു വ്യക്തി, അത് പുല്ലിംഗം, അത് ഭഗവാൻ മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം സ്ത്രീലിംഗത്തിലാണ് വരുന്നത്. എല്ലാവരും എങ്ങനെയാണ്? പ്രകൃതിയാണ് എന്ന് പറയും. അപ്പൊ ശരിക്കും ജീവാത്മാ എന്ത് കരുതുന്നു? ഞാൻ പുരുഷനാണ് എന്ന് കരുതുന്നു. അത് റോങ് ആണ് അല്ലെ. അത് തെറ്റായിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ആണ്. ഞാൻ പുരുഷനാണ് എന്ന് കരുതുന്നത് തെറ്റായിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ആണ്, തെറ്റായ ഒരു ചിന്താഗതിയാണ്. എന്താണ് ജീവസത്ത എന്ന് പറയുന്നത്? പ്രകൃതി മാത്രമാണ് എന്നാണ് പറയുന്നത്. അപ്പോ ആദ്യമേ തന്നെ ഒരു കവറിങ്, ഒരു ആവരണം. നമ്മുടെ ആത്മാവിന് 5 തരം കവറിങ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ആത്മാവിന് 5 തരത്തിലുള്ള ആവരണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഫോൾസ് ഈഗോ അല്ലെങ്കിൽ മിഥ്യാഹങ്കാരം, 2 ഇന്റലിജൻസ് ബുദ്ധി, ഇനി 3 മനസ്സ്, ഇനി 4 സെൻസസ്, 5 നമ്മുടെ ശരീരം. സെൻസസ് എന്ന് പറഞ്ഞാല് ഇന്ദ്രിയങ്ങള്. അപ്പോ 5 കവറിങ് ഏതൊക്കെയാണ്? ഒന്ന് ഫോൾസ് ഈഗോ, മിഥ്യാഹങ്കാരം, ഫോൾസ് ഈഗോ അല്ലെങ്കിൽ മിഥ്യാഹങ്കാരം, 2 ബുദ്ധി, 3 മനസ്സ്, 4 ഇന്ദ്രിയങ്ങള്, 5 ശരീരം. ഇത് 5 കവറിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മുടെ മിഥ്യാ അഹങ്കാരം എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിഥ്യാഹങ്കാരം എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അതേപോലെ തന്നെയാണ് ഈ ഒരു പാർട്ട് പറയുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ പുരുഷനാണ് എന്ന്. പക്ഷെ പുരുഷൻ എന്ന് പറയുന്നത് ഭഗവാൻ മാത്രമാണ്. നമ്മൾ ആര് മാത്രമാണ്? പ്രകൃതി മാത്രമാണ്. അപ്പൊ ആദ്യത്തെ ഒരു റോങ് ആയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ വരുന്നു. ഇനി രണ്ടാമത് നമ്മൾ ചിന്തിക്കും, ഈ കവറിങ്ങുകളെല്ലാം തന്നെ ഞാനാണ്, ഈ ശരീരം എന്ന് പറയുന്നത് ഞാനാണ്. ഒരു ശരീരമാണല്ലോ അല്ലെ, ഒരു കവറിങ് ആണ് ശരീരം. പക്ഷെ ഈ കവറിങ് ആണ് നമ്മൾ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കും. പക്ഷെ ഈ കവറിങ് ഒന്നും തന്നെ
നമ്മളല്ല. പല തരത്തിലുള്ള ആവരണങ്ങൾ നമുക്കുണ്ട്, നമ്മുടെ ആത്മാവിനുണ്ട്. പക്ഷെ ഈ ആവരണങ്ങളൊക്കെയാണ് നമ്മൾ എന്നുള്ള തെറ്റായ ചിന്താഗതിയാണ് നമ്മളെ നയിക്കുന്നത് എങ്കിൽ നമ്മൾ അവിടെയെല്ലാം റോങ് ആയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷനിലേക്ക് പോകുന്നു. പക്ഷെ ഇവിടെ ശരിക്ക് ഞാൻ എന്നുള്ളൊരു ഭാവം വരുന്നു, ഈ ശരീരം ഞാനാണ് എന്നുള്ളൊരു ഭാവം വരുന്നു അല്ലെ. പക്ഷെ അത് ശരിക്കും ഉള്ള ഒരു ആവരണമില്ലാതെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ഒന്ന്, നമ്മൾ പ്രകൃതിയാണ്. രണ്ട്, നമ്മൾ വെറും ജീവാത്മയാണ്, സ്പിരിറ്റ് സോളാണ്. അല്ലാതെ നമുക്ക് ഈ ശരീരമൊന്നുമില്ല, അതൊന്നും ശാശ്വതമല്ല എന്നുള്ളത്. ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതൊന്നും നമ്മുടെ ശാശ്വതമായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ അല്ല. നമുക്ക് ഈ ഒരു അഡ്രസ്, ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു അഡ്രസ് നമുക്ക് പറയാം. ഇതൊന്നും നമ്മുടെ നിതാന്തമായ, ആത്യന്തികമായിട്ടുള്ള അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ അല്ല, അഡ്രസ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ എപ്പോഴും എന്ത് മാത്രമാണ്? ഈ ഒരു ആത്മാ മാത്രമാണ്. അതിലും നമ്മൾ താഴ്ന്ന പ്രകൃതി മാത്രമാണ്, നമ്മൾ പുരുഷനല്ല. ഇതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ആദ്യ ദൈവികം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്ന, നമ്മുടെ അവയവങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്ന, നമ്മുടെ ശരീരത്തെ ഒക്കെയും നിയന്ത്രിക്കുന്ന കുറച്ച് ദേവഗണങ്ങളുണ്ട്. ആ ദേവഗണങ്ങളാണ് അവരും എന്ത് തന്നെയാണ്? ജീവാത്മാക്കൾ തന്നെയാണ്. എങ്കിൽ പോലും അവർക്ക് കുറച്ചുകൂടി ഉയർന്ന പൊസിഷനാണുള്ളത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ 8ഉം 9ഉം ശ്ലോകങ്ങളില് പരമാത്മ അല്ലെങ്കിൽ പരംബ്രഹ്മ, പരമാത്മ ഇതെല്ലാം എന്താണ്? ഇവിടെ ആശ്രയ തത്വയാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കുറച്ചധികം ഫിലോസഫിയാണ്. ഹരേ കൃഷ്ണ.